ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ചിരപ്രതിഷ്ഠ നേടിയ താരമാണ് സാജൻ സൂര്യ. നാടകത്തിലൂടെ കലാരംഗത്തെത്തിയ സാജൻ പിന്നീട് ടെലിവിഷനിലേക്ക് എത്തുകയായിരുന്നു. 2000-ൽ മിനിസ്ക്രീനിലെത്തിയ സാജൻ സൂര്യ കഴിഞ്ഞ 23 വർഷമായി കലാരംഗത്തുണ്ട്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ കൂടിയായ സാജൻ ജോലിയും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ദൂരദർശനിൽ തുടങ്ങിയ അഭിനയ ജീവിതം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദത്തിൽ എത്തി നിൽക്കുന്നു. പ്രണയനായക വേഷങ്ങൾ 40 പിന്നിട്ടിട്ടും മനോഹരമായി കൈകാര്യം ചെയ്യുന്ന താരമാണ് സാജൻ സൂര്യ. ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ നായക വേഷമാണ് സാജൻ ഇപ്പോൾ ചെയ്യുന്നത്. 41-കാരനും 23-കാരിയും തമ്മിലുള്ള വിവാഹവും അവരുടെ ജീവിതവും ഒക്കെയാണ് ഗീതാഗോവിന്ദത്തിന്റെ പ്രമേയം. 23 വർഷമായി മലയാള സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായ സാജൻ സൂര്യയാണ് ഗീതാഗോവിന്ദത്തിലെ നായകൻ. ഗോവിന്ദ് എന്ന കഥാപാത്രത്തെയാണ് സാജൻ അവതരിപ്പിക്കുന്നത്. പുതുമുഖ താരമായ ബിന്നിയാണ് സീരിയലിലെ നായികയായ ഗീതാഞ്ജലിക്ക് ജീവൻ നൽകുന്നത്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഇതുവരെയായി അവതരിപ്പിച്ചിട്ടുള്ളത്. കരിയറിലെ മാത്രമല്ല ജീവിത വിശേഷങ്ങളും വ്ലോഗിലൂടെയായി പങ്കിടാറുണ്ട്. ഇപ്പോഴത്തെ മകൾ ഡിഗ്രി പൂർത്തിയാക്കി സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം. പ്ലേ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ അമ്മ പോവല്ലേ എന്ന് കരഞ്ഞു വിളിച്ച മാളു ഡിഗ്രി പാസ്സായപ്പോൾ ബെസ്റ്റ് ടാലന്റഡ് സ്റ്റുഡൻസ് ഓഫ് BSc സൈക്കോളജി രാജഗിരി കോളേജ് എന്ന അഭിമാനകരമായ നേട്ടം നേടി ഞങ്ങളെ പ്രൗഡ് അച്ഛനും അമ്മയും ആക്കി. മീനുവിന് റോൾ മോഡലുമായി. ഇവിടെ ജോയിൻ ചെയ്യാനായി ഞങ്ങളെ സഹായിച്ച ജോബി കണ്ണമ്പാടം ചേട്ടനും അൻസിൽ സിസ്റ്ററിനും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓടിയെത്തിയ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഗിരീഷ് ചന്ദ്രൻ, സുനിൽ കുണ്ടറ, രജു ചന്ദ്രൻ, അരുൺ രാഘവനും ഹൃദയം നിറഞ്ഞ നന്ദിയെന്നുമായിരുന്നു കുറിപ്പ്. മകളോടൊപ്പമുള്ള ചിത്രങ്ങളും അദ്ദേഹം കുറിപ്പിനൊപ്പമായി പോസ്റ്റ് ചെയ്തിരുന്നു. സാജൻ ഇത്രയും വലിയ മകളുണ്ടോ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം. മക്കളായ മാളുവിനെയും മീനുവിനെയും കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം അദ്ദേഹം വാചാലനാവാറുണ്ട്. നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയത്. ഈ പിതൃദിനത്തിൽ ഇതിൽ പരം അഭിമാനം വേറെന്ത് വേണമെന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. മകൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ, അച്ഛനിന് മക്കളുടെ പേരിൽ അറിയപ്പെടട്ടെ, അങ്ങനെ മോളും ഡിഗ്രി കഴിഞ്ഞു, അച്ഛനെന്ന നിലയിൽ ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് വേണ്ടത് തുടങ്ങി നിരവധി കമന്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. ഇടക്കാലത്ത് മക്കളോടൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായും സാജൻ എത്തിയിരുന്നു. 27-ാം വയസ്സിൽ അമ്മ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. അതിപ്പോൾ നന്നായില്ലേ, നിങ്ങളെ കാണുമ്പോൾ ചേട്ടനും അനിയത്തിയെയും പോലെ തോന്നുന്നു എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. സർക്കാർ ജോലി കിട്ടിയതിനു ശേഷം ലീവ് എടുത്തായിരുന്നു സാജൻ സീരിയലുകളിൽ സജീവമായത്. അഭിനയ മേഖലയിൽ നിന്ന് മകൻ മോശമായി പോവേണ്ടെന്ന് കരുതിയായിരിക്കും അമ്മ നേരത്തെ കല്യാണം കഴിപ്പിച്ചത്. ചുറ്റിലും കുറെ നായികമാരൊക്കെ ഉള്ളതല്ലേ, വിവാദങ്ങളൊന്നും മകൻ പെടരുതെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനമെന്നായിരുന്നു മുൻപ് സാജൻ സൂര്യ തന്നെ പറഞ്ഞത്. അതേസമയം അടുത്തിടെയായിരുന്നു ഗീതാഗോവിന്ദം സീരിയൽ 600 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത്. തുടക്കത്തിൽ ഈ സീരിയലിൽ നായക വേഷം ചെയ്തതിന്റെ പേരിൽ ഏറെ വിമർശനം നേരിടേണ്ടി വന്ന നടനാണ് സാജൻ. പല കമന്റ്സുകളും തന്നെ വിഷമിപ്പിച്ചിരുന്നു എന്നും എന്നാൽ ഇന്ന് ആളുകൾ സീരിയലും കഥാപാത്രവും സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സാജൻ പറഞ്ഞിരുന്നു. ഇരുവരും ഒരുമിച്ചെത്തിയ പുതിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 25 വർഷത്തോളമായി സീരിയൽ രംഗത്ത് ഉണ്ടെങ്കിലും ഗീതാഗോവിന്ദം സീരിയലിലെ അംഗങ്ങളുമായുള്ള സൗഹൃദം വളരെ രസകരമാണെന്ന് സാജൻ പറഞ്ഞിരുന്നു. എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ടെന്നും ഏറെ ആസ്വദിച്ചാണ് തന്റെ കഥാപാത്രം ചെയ്യുന്നത് എന്നും താരം കൂട്ടിച്ചേർത്തു. ഗീതാഗോവിന്ദം സീരിയലിൽ അഭിനയിക്കുന്നതിന് മുൻപ് താൻ വലിയ മേക്ക് ഓവർ നടത്തിയതായും സാജൻ സൂര്യ പറഞ്ഞു. ഭാര്യ സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് നല്ല തടി ഉണ്ടായിരുന്നു. പിന്നീട് വിളി വന്നത് ഏറെയും അച്ഛൻ, അമ്മാവൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണ്. ആ സമയത്ത് ഞാനിരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ മാറിയില്ലെങ്കിൽ മൊത്തത്തിൽ എന്റെ കരിയർ മാറുമെന്ന്. അങ്ങനെ 6 മാസം കഷ്ടപ്പെട്ട് തടി കുറച്ച് ഹെയർ ഫിക്സിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷമാണ് നല്ല സീരിയലുകൾ ലഭിക്കുന്നത് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സാജൻ പറഞ്ഞത്. സീരിയലിൽ കാണുന്നത് പോലെ അല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ എന്ന് ആളുകൾ പറയാറുണ്ടെന്നും സാജൻ പറഞ്ഞിരുന്നു. എന്തുപറ്റി, ഓഞ്ഞുണങ്ങിപ്പോയല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. പണ്ടേ ഞാൻ ഇങ്ങനെയാണ്, സീരിയലിൽ കാണുമ്പോൾ കുറച്ചുകൂടി സൈസ് തോന്നിക്കും എന്നും സാജൻ സൂര്യ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ഗീതാഗോവിന്ദം പ്രേക്ഷകരെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരുന്നത്. ഗീതാഗോവിന്ദം സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അണിയറ പ്രവർത്തകർ തന്നെയാണ് ഗീതാഗോവിന്ദം സീരിയൽ ക്ലൈമാക്സിലേക്ക് എന്ന പ്രൊമോ പുറത്തുവിട്ടത്. ത്രസിപ്പിക്കുന്ന ക്ലൈമാക്സിലേക്ക് ഗീതാഗോവിന്ദം എന്നായിരുന്നു പ്രൊമോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസിന് തെളിവുണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഗോവിന്ദ്. അതിനുള്ള വഴിയും കണ്ടെത്തി ശത്രുക്കളെ ഓരോന്നായി വെട്ടിനിരത്തി ഗോവിന്ദന്റെ അശ്വമേധം. ത്രസിപ്പിക്കുന്ന ക്ലൈമാക്സിലേക്ക് ഗീതാഗോവിന്ദം എന്ന് പറഞ്ഞായിരുന്നു അണിയറ പ്രവർത്തകർ വീഡിയോ പുറത്തുവിട്ടത്. എന്നാൽ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക, അടിപൊളി എന്ന് നല്ല മൊമെന്റ്സ് ആയിരിക്കും. പ്രേക്ഷകർക്ക് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയലാണ് ഇതിപ്പോൾ. മാർഗഴി രംഗപ്രവേശം ചെയ്തതിന് ശേഷമാണ് ഇൻട്രസ്റ്റിംഗ് ആയത്. ഈ പരമ്പര നിർത്തരുത് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത്. ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും സംഘർഷകരമായ പ്രണയകഥ പറഞ്ഞ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ പരമ്പരയാണ് ഗീതാഗോവിന്ദം. അപ്രതീക്ഷിത കഥാപാത്രങ്ങളുടെ കടന്നുവരവോടുകൂടി ട്വിസ്റ്റുകളും കൊണ്ട് സമ്പന്നമായ ഗീതാഗോവിന്ദം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ പരമ്പരകളിൽ ഒന്ന് തന്നെയാണ്. അടുത്തിടെയാണ് സീരിയൽ 600 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവച്ചത്. സത്യനാഥൻ എന്ന കഥാപാത്രത്തിന്റെ കടന്നുവരവോടുകൂടി വീണ്ടും കലുഷിതമാകുന്ന ഈ പരമ്പര പ്രണയത്തിനും കുടുംബ
ബന്ധങ്ങളുടെ തീവ്രതയ്ക്കുമൊപ്പം പകയുടെയും പ്രതികാരത്തിന്റെയും വിരഹത്തിന്റെയും നഷ്ടസ്വപ്നങ്ങളുടെയും വ്യത്യസ്ത മുഖങ്ങളിലൂടെയും കടന്നുപോകുന്നു. ഗീതു, രഞ്ജു, പ്രിയ, വിജയലക്ഷ്മി, അവർണിക, രേഖ, രാധിക, വിലാസിനി, അനാർക്കലി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീയുടെ വ്യത്യസ്ത ഭാവങ്ങൾ വരച്ചുകാട്ടുന്ന പരമ്പരയും കൂടിയാണിത്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ സാജനും നടി ജോസഫൈൻ, ബിന്നി സെബാസ്റ്റ്യനും ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഗീതാ ഗോവിന്ദം സീരിയലിൽ നായകവേഷം ചെയ്യുന്നതിന്റെ പേരിൽ ഏറെ വിമർശനം നേരിടേണ്ടി വന്ന നടൻ കൂടിയായിരുന്നു സാജൻ സൂര്യ. പല കമന്റ്സുകളും തന്നെ വിഷമിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ന് ആളുകൾ സീരിയലും കഥാപാത്രവും സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സാജൻ സൂര്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. ഗീതാ ഗോവിന്ദം 600 എപ്പിസോഡുകൾ പൂർത്തിയാക്കി മാത്രമല്ല 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ സീരിയൽ 2 വർഷം കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ്. 600 എപ്പിസോഡുകൾ പിന്നിട്ടു എന്നതിൽ സന്തോഷമുണ്ടെന്നും നല്ല ടീമിനൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ട് 2 വർഷം പോയത് അറിഞ്ഞില്ല. കരിയറിലും നല്ലൊരു ബ്രേക്ക് ലഭിച്ചിട്ടുണ്ട്. മെഗാ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം 600 എപ്പിസോഡ് ഒരു ചെറിയ നമ്പറാണ്. എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് അതൊരു നല്ല അച്ചീവ്മെന്റ് ആണെന്നും സാജൻ പറഞ്ഞിരുന്നു. ഗീതാ ഗോവിന്ദം സീരിയലിന് ആദ്യം ഫാൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 25-ന് മുകളിൽ ഫാൻ പേജുകളുണ്ട്. അതിലൂടെ അവർ തരുന്ന ഊർജ്ജം മറക്കാൻ പറ്റാത്തത് തന്നെയാണ്. അത്രത്തോളം സപ്പോർട്ടാണ്. അവരിൽ ചിലരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സൂം മീറ്റിംഗ് വഴി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഞാൻ സംസാരിച്ചിരുന്നു. അതൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. സാജൻ സൂര്യയല്ല, ഗീതുവിന്റെയും ഗോവിന്ദനെയും അവർ വളരെ ഇഷ്ടത്തോടെ കാണുന്നു എന്നതാണ്. അതൊക്കെ പുതിയ അനുഭവമാണ് എന്നും നടൻ കൂട്ടിച്ചേർത്തു. ഗീതുവായി അഭിനയിക്കുന്ന ബിന്നിയുമായി നല്ല സൗഹൃദമാണ്. എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. തുടക്കത്തിൽ ഈ കുട്ടി ഒട്ടും ശരിയാവില്ലല്ലോ എന്ന തോന്നലുണ്ടായിരുന്നു. പിന്നീട് ഗ്രാജ്വലി ബിന്നിക്കുണ്ടായ മാറ്റം കൺമുന്നിൽ കണ്ടതാണ്. ഞങ്ങൾ എല്ലാവരും ബിന്നിയുടെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതുപോലെ സംവിധായകൻ ജിതേഷ് തരുന്ന ഒരു ഫ്രീഡവുമുണ്ട്. അതുപോലെ പ്രണയ സീനുകളിൽ ഒറിജിനാലിറ്റി തോന്നാനായും ബിന്നി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സജഷൻസ് പറയുമ്പോൾ അത് സമ്മതിച്ച് ബിന്നി ഒപ്പം നിൽക്കാറുണ്ട്. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം മാത്രം പിന്നിട്ട പെൺകുട്ടിയുമാണ്. നൂബിനോടും അതിന് നന്ദി പറയേണ്ടതുണ്ട്. പൊസസീവ് ആകാതെ അത്തരം സീനുകളെ പ്രൊഫഷണലിയാണ് നൂബിൻ കാണുന്നതും പിന്തുണയ്ക്കുന്നതും. നൂബിന്റെയും ബിന്നിയുടെയും കുടുംബത്തോടും നന്ദി പറയണം. അവരുടെ പിന്തുണയ്ക്കും കരിയറായി കണ്ട് പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. കെട്ടുറപ്പുള്ള നല്ല സൗഹൃദമാണ് ബിന്നിയുമായി ഉള്ളത്. പറഞ്ഞു തരുന്നത് ബിന്നി എനിക്കിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ബിന്നിയാണ് എന്നാണ് സാജൻ പറഞ്ഞത്. 40-കാരനും അവിവാഹിതനുമായ ഗോവിന്ദ് മാധവന്റെയും 23-കാരിയായ ഗീതാഞ്ജലിയുടെയും കഥയാണ് ഗീതാ ഗോവിന്ദം. ബിസിനസ് പ്രമുഖനായ ഗോവിന്ദ് കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തതാണെല്ലാം. അനിയത്തിയാണ് ഗോവിന്ദിന്റെ ലോകം. എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് ഗീതാഞ്ജലി. ഇവർക്കൊപ്പം പണം മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഭദ്രനും കുടുംബത്തിന്റെ പ്രതാപത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന രാധികയും കൂടെ ആകുമ്പോൾ കഥയുടെ ചേരുവകളെല്ലാം കൂടും. ചതി, വഞ്ചന, പക, പ്രതികാരം, വാത്സല്യം, സ്നേഹം, പ്രണയം, അങ്ങനെ എല്ലാം ചേർന്നതാണ് ഗീതാ ഗോവിന്ദം.